നമസ്കാരം. SFIO അന്വേഷണം തടയണമെന്ന ഹർജിയിൽ എക്സാലോജി കമ്പനിക്ക് അല്പം ആശ്വാസം. അപ്പോൾ ഞാൻ ചിരിച്ചു. അത് അല്ല, നിങ്ങൾ ചിരിക്കുക ചെയ്യാതെ എനിക്കറിയാം. അന്വേഷണം സ്റ്റേ ചെയ്തില്ലെങ്കിലും ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ല എന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണത്തെ പേടിക്കുന്നത് എന്തിനാണ്? റഡാറിൽ വീണ മാത്രമേ ഉള്ളൂ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്നാണ് ബാക്കി എല്ലാ ആളുകളും പറയുന്നത്. വീണ വിജയനും KSIDC മാത്രമാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതും. വീണ വിജയൻ മാത്രം കരാറ് പ്രകാരം പണം വാങ്ങിയ വീണ വിജയനും വീണ വിജയന്റെ കമ്പനിയുമാണ് അന്വേഷണത്തെ തടസ്സപ്പെടുന്നത്. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ലോജിക്കില്ലാത്ത പരിപാടി നടത്തുന്നതുകൊണ്ടായിരിക്കും ഈ കമ്പനിക്ക് ഈ പേര് വന്നത്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, പിന്നെ എന്തിനാ വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയി ഇത് തടയാൻ നോക്കുന്നത്? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. ഈ അന്വേഷണം വരട്ടെ, ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മടിയിൽ കനമില്ല, എന്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്ന അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ അല്ല, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾ ഇതിനൊക്കെ പേടിച്ച് തടയാൻ നോക്കുന്നത്. തട്ടിപ്പാണല്ലേ? ഞാൻ പറയുന്ന ഈ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും പാസ്പോർട്ട് തടഞ്ഞു വെക്കണം. ഇവർ ഈ കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് നാട് വിടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇവരുടെ കയ്യിൽ മുഴുവൻ രേഖകളുണ്ട് എന്നാണ് AK ബാലൻ പണ്ട് പറഞ്ഞത്. ആ രേഖകളൊക്കെ എന്റെ പക്ഷം കൊണ്ട് പുറത്തു വിടുന്നത്. ഇത് പുറത്തു വിട്ടോട്ടെ. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഇനിയും രേഖ സമർപ്പിക്കാൻ ഇവർ സാവകാശം ചോദിക്കുക. എനിക്ക് മനസ്സിലാകുന്നത് വിദ്യയെ കൊണ്ട് വ്യാജരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അന്വേഷണത്തെ സ്വാഗതം ചെയ്യാത്തവരായിട്ട് കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ മകളും മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ CBIയും EDയും പോലുള്ള അന്വേഷണ ഏജൻസികൾ കൂടി വരണം. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കലിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു. കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം. ഇനി ഞാനിത് ചെയ്യൂല. അഴിമതി നടന്നിരിക്കുന്നു, അതുകൂടി അന്വേഷണ പരിധിയിൽ വരണം. ഇതൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ?